ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +2 പരീക്ഷ എഴുതി കഴിഞ്ഞിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും, പ്രത്യേകിച്ച് സയൻസ് വിഷയങ്ങൾ പഠിച്ചു കഴിഞ്ഞ എല്ലാ വിദ്യാർത്ഥികളും മെയിനായിട്ട് ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഒന്നെങ്കിൽ കീം അല്ലെങ്കിൽ നീറ്റിന്റെ എൻട്രൻസ് എക്സാമുകളായിരിക്കും. അപ്പോൾ അതിൽ തന്നെ കീമിനെ പറ്റിയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുത്തൻ വിവരങ്ങളാണ് ഈ ഒരു ചാനലിൽ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. അപ്പോൾ ഇതുവരെയും ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോടൊപ്പം ചേർന്നോളൂ. അപ്പോൾ കീം എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ 2025 കീം എക്സാമിന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ പലവരും ആ ഒരു എക്സാമിന് രജിസ്റ്റർ ചെയ്ത് കാണാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് എന്നാണ് എക്സാം നടക്കുക, എക്സാമിന്റെ ഡേറ്റ് എന്നതാണ്. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്നും കീം 2025 എക്സാം ഡേറ്റ് ഇപ്പോൾ ഔദ്യോഗികമായി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഈ മാസം ഏപ്രിൽ 24 മുതൽ 28 വരെ ആയിരിക്കും കീം 2025 എക്സാം നടക്കുക. അതുപോലെ തന്നെ അതിനിടയിൽ 22, 23, 29, 30 എന്നീ ദിവസങ്ങൾ നിങ്ങൾക്ക് ബഫർ ഡേയ്സ് ആയിട്ട് കിട്ടും. ബഫർ ഡേ എന്ന് പറയുമ്പോൾ ഇൻ കേസ് ഏതെങ്കിലും ഒരു സാഹചര്യത്താൽ 24 തീയതി മുതൽ 28 തീയതി വരെയുള്ള എക്സാമിന് എന്തെങ്കിലും തടസ്സം നേരിടുകയാണെങ്കിൽ ബഫർ ഡേയ്സിലേക്ക് എക്സാം മാറ്റി അന്ന് നടത്തുവാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഏപ്രിൽ 10 തീയതി മുതൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ കാർഡ്, ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് കീമിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. നമുക്കറിയാം B.Pharmacy അതുപോലെ തന്നെ B.Tech എന്നിവയുടെ UG അഡ്മിഷൻ ഈ ഒരു കീമിന്റെ റിസൾട്ട് ബേസ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ ആർക്കിടെക്ചർ, ഫിഷറീസ്, അഗ്രികൾച്ചർ എന്നീ മേഖലകളിലേക്കുള്ള കോളേജുകളിലെ UG അഡ്മിഷനും കീം 2025 റിസൾട്ട് ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കീമിൽ ലഭിക്കുന്ന മാർക്ക് അനുസരിച്ച് അതിനനുസരിച്ചൊരു റാങ്ക് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. ആ റാങ്ക് അനുസരിച്ചായിരിക്കും കേരളത്തിൽ തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് കോളേജുകളിലെ ഏറ്റവും ഉയർന്ന റാങ്ക് ലഭിക്കുന്നവർക്ക് ഉയർന്ന കോളേജുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കും. അതുപോലെ തന്നെ സ്വകാര്യ കോളേജുകളിലേക്കുള്ള ഒരു അഡ്മിഷനും നോൺ ഫിനാൻഷ്യൽ ആയാലും ഫിനാൻഷ്യൽ ആയാലും നിങ്ങൾക്ക് സീറ്റ് ലഭിക്കുന്നത് ഈ ഒരു കീമിന്റെ റിസൾട്ട് ബേസ് ചെയ്തായിരിക്കും. അപ്പോൾ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും തന്നെ ഈ ഡേറ്റിംഗ് അടുത്ത് ഇനി ഏകദേശം 1 മാസത്തോളം ഇല്ല. അപ്പോൾ അതിനായി പ്രിപ്പയർ ചെയ്യുക. നല്ല രീതിയിലുള്ള മാർക്ക് വാങ്ങിയാൽ മാത്രമേ നല്ല കോളേജുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. കീം 2025 എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.